കോവിഡ് കാരണം പരീക്ഷ മാറ്റിവെച്ച കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ മാറ്റിവെച്ച പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ കേരള PSC തന്നെ മാറ്റിയ പരീക്ഷകളുടെ ലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പരീക്ഷകളാണ് നിലവിൽ മാറ്റിവെച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ 1/2/2022 നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ 2/2/2022 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ട്. അതിനുശേഷം 3-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരള എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ എക്സാംസ് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് കേരള സ്റ്റാഫ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് പറയുന്നതിൻ്റെ 3-ാം തീയതി വെച്ചിട്ടുണ്ടായിരുന്ന എക്സാംസ് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ കോമൺ ടെസ്റ്റസിൻ്റെ ആയിട്ടുള്ള സൈനിക് വെൽഫെയറിൻ്റെ എക്സാംസ് എന്ന് വെച്ചാൽ വെൽഫെയർ ഓർഗനൈസേഷൻ എക്സ് സർവീസ്മാൻസിന് വേണ്ടി മാത്രമുള്ള എക്സാംസ് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് കേരള വാട്ടർ അതോറിറ്റീസിൻ്റെ എക്സാംസ് നടത്തുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് 4-ാം തീയതി എന്ന് വെച്ചാൽ 4/2/2022 കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതിന് മാറ്റമില്ല, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസ് ആണത്. അതിന് നിലവിൽ മാറ്റമൊന്നും ഇല്ല എന്നാണ് കേരള PSCയുടെ ഒരു സൈറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ കൊളിഗേറ്റ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോളേജസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മലയാളത്തിൻ്റെ എക്സാംസ് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സിൻ്റെ എക്സാം 8-ാം തീയതിയിട്ടുള്ളത് മാറ്റിവെച്ചു. അതുപോലെ തന്നെ 8-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയത്തിൻ്റെ എക്സാം മാറ്റിവെച്ചിട്ടുണ്ട്. വേറെ വരുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ തന്നെ പല സെക്ഷൻസ്, പല വിഭാഗങ്ങളുടേതായിട്ടുള്ള സെക്ഷൻസാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സാൻസ്ക്രിറ്റിൻ്റെ എക്സാംസ് 9-ാം തീയതി ഉണ്ടായിരുന്ന എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സാൻസ്ക്രിറ്റ് അത് NCA നോട്ടിഫിക്കേഷൻ, അങ്ങനെ പലതിൻ്റേതായിട്ടുള്ള സംസ്കൃത അധ്യാപകരുടെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം എക്സാംസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാംസ് 11-ാം തീയതിയായിരുന്നു നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മാറ്റമുണ്ട്. അപ്പോൾ പിന്നെ +2 ലെവൽ എക്സാംസ് മെയിൻ എക്സാം അതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. കണ്ടല്ലോ, +2 ലെവൽ മെയിൻ എക്സാം 12-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന CPOയുടെ എക്സാം മാറ്റമുണ്ട്. അത് കുട്ടികൾക്ക് വലിയൊരു അടി തന്നെയാണത്. അതിനുശേഷം വരുന്ന 13-ാം തീയതിയുള്ള ഫയർമാൻ്റെയും ഫയർവുമൻ്റെയും എക്സാമിനും മാറ്റമുണ്ട്. പിന്നെ 14-ാം തീയതി നിശ്ചയിച്ചിട്ടുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് എക്സാംസിന് മാറ്റമുണ്ട്. ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം 15-ാം തീയതിത്തെ എക്സാംസിന് മാറ്റമുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ തന്നെ പല സെക്ഷൻസ് NCA പോലുള്ള ബാക്കിയുള്ള കാറ്റഗറീസിൻ്റെ എക്സാംസ് ഒന്ന് തന്നെയാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനും മാറ്റമുണ്ട്. പിന്നെ +2 ലെവൽ മെയിൻ എക്സാം 18-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന +2 ലെവലിൻ്റെ എക്സാംസിന് മാറ്റമുണ്ട്. 19-ാം തീയതിയിലുള്ള എക്സാംസിന് മാറ്റമുണ്ട്. 21-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം, അതാണ് നിലവിൽ ഇനി ആദ്യം നടക്കാനായിട്ട് പോകുന്ന +2 ലെവലിൻ്റെ ആദ്യത്തെ എക്സാം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമാണ്. അത് 21-ാം തീയതിയാണ്. അതിന് നിലവിൽ മാറ്റമില്ല. പിന്നെയുള്ള ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് നാച്ചുറൽ സയൻസ് മലയാളം മീഡിയത്തിൻ്റെ എക്സാം NCA ആണ് 22-ാം തീയതിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് നിലവിൽ മാറ്റമില്ല. നാച്ചുറൽ സയൻസിൻ്റെ NCA നോട്ടിഫിക്കേഷൻ തന്നെയാണ് പിന്നെയും താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ള അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് 24-ാം തീയതി നിശ്ചയിച്ചിട്ടുള്ള എക്സാംസിന് മാറ്റമുണ്ട്. പിന്നെ വരുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ് 15-ാം തീയതിയിൽ എക്സാംസിൻ്റെ കാര്യം മാറ്റമുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ 24-ാം തീയതിയുടെ എക്സാംസിന് മാറ്റമില്ല. അതിനുശേഷം വരുന്ന 26-ാം തീയതി +2 ലെവൽ മെയിൻസിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാംസിന് മാറ്റമില്ല. പിന്നെ 28-ാം തീയതിയുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് +2 ലെവലിൻ്റെ മെയിൻ എക്സാമിനേഷൻ ആയിട്ടുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിന് നിലവിൽ മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുള്ളത് സ്ഥിരീകരണം നൽകേണ്ട തസ്തികകൾക്ക് നിശ്ചയിച്ച തീയതികൾ വരെ സ്ഥിരീകരണം രേഖപ്പെടുത്തുന്നവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി എക്സാംസിൻ്റെ കാര്യങ്ങളും ടൈമും എല്ലാം അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് ഇന്നാണ് കിട്ടുന്നത്. വെച്ചാൽ കണ്ടല്ലോ, ഈ ഡേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് 24/1/2022 ഇന്ന് തന്നെ ലഭിക്കുന്ന നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എക്സാംസിന് മാറ്റമുണ്ടെന്ന് വിചാരിച്ച് ഉഴപ്പരുത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ദിവസം കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. സിവിൽ എക്സൈസ് ഓഫീസർ പഠിക്കാനുള്ള ഒരു കുറച്ചും കൂടി വ്യക്തമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സും മോക്ക് ടെസ്റ്റുകളും തീർച്ചയായിട്ടും ഇനി ഗ്രൂപ്പിലും നമ്മുടെ ചാനലിലും ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും വീഡിയോസും നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ ക്ലാസ്സും വീഡിയോയ്ക്കായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.